വീട് വരെ ഇന്ന് കത്തിപ്പോയേനെ അമ്മയുടെ ഈ സ്പെഷ്യൽ മത്തങ്ങ കറി കഴിക്കാൻ വേണ്ടിയിട്ട്. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മാതീസ് ലോകത്തേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എൻ്റെ അമ്മയുടെ ഒരു സ്പെഷ്യൽ ഐറ്റമായ മത്തങ്ങ കറിയാണ്. ഇത് വളരെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അതിന് വേണ്ടിയിട്ട് ചെറുതാക്കി അരിഞ്ഞ മത്തങ്ങയിലോട്ട് പച്ചമുളകും സവാളയും ഇഞ്ചിയും ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. സിമ്പിളായിട്ടുള്ള കറിയെന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല. കാരണം ഇതിനും സിമ്പിൾ വേറെ ഇനി ഒന്നും ഉണ്ടാവില്ല. കാരണം ഇതിൽ തന്നെയാണ് നമ്മൾ പൊടികളും കൂടി ഇട്ട് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ മലയാളികൾക്ക് ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്ത നമ്മുടെ കറിവേപ്പില, അത് മറക്കാൻ പറ്റില്ലല്ലോ. അതും കൂടി ഇട്ട് കൊടുത്ത് കൈ കൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടി ഒഴിക്കാം നമ്മുടെ ഈ മത്തങ്ങ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി എന്താ, മൂടി വയ്ക്കുക, അടുപ്പത്ത് വയ്ക്കുക, വേവിക്കുക. ഇതുപോലൊന്ന് ഉടഞ്ഞ് വെന്ത് കിട്ടണം. ഇതുപോലൊന്ന് വെന്ത് കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ച് മതി, അധികം വേണ്ട, ഒരു പുളിരസം കിട്ടാൻ വേണ്ടിയിട്ട്. ഇതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വയ്ക്കാം. ഗ്രേവി എന്തോ കുറഞ്ഞു പോയി എന്നൊരു ഡൗട്ട്. അപ്പം ഞങ്ങൾ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോൾ കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു 5 മിനിറ്റ് കൂടി തിളപ്പിക്കാൻ വയ്ക്കാം. അപ്പോൾ നമ്മുടെ കറി ഇതുപോലെ ഇരിക്കും. ഇതാണ് നമ്മുടെ കറിയുടെ ഏറ്റവും മോസ്റ്റ് ക്രൂഷ്യൽ ആൻഡ് ഡേഞ്ചറസ് സ്റ്റെപ്പ്, കാച്ചി ഒഴിക്കുക. ഇവിടെയാണ് ഞങ്ങളുടെ പണി പാളിപ്പോയത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ കുറച്ച് ഉലുവയും കടുകും കൂടി പൊട്ടിക്കാനിടാം. തീ കുറച്ചിടണം, അതാണ് ഞങ്ങൾക്ക് പറ്റിയ മണ്ടത്തരം. എന്നിട്ട് കുറച്ച് വറ്റൽമുളകും വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് കറിയിലോട്ട് കാച്ചി ഒഴിക്കാൻ നോക്കിയതാണ്. പക്ഷെ തീ പിടിച്ച് പണ്ടാറടങ്ങിപ്പോയി. കുറച്ച് ഫയർ ഡാൻസ് ആയാൽ എന്താ, നമ്മുടെ മത്തങ്ങക്കറി ഇവിടെ റെഡി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, സൂക്ഷിച്ച് വേണം. അപ്പം എന്നാൽ ശരി, ബൈ.